നമ്മൾ ചെസ് എന്ന് പറയുമ്പോൾ മോറലെസ് ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ ആണ്. അപ്പോൾ ചെസ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പാറ്റേൺസിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ചെസ് ഒരു റെഗുലർ കളിക്കുമ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ സ്കിൽസ് കൂടുകയാണ്. ഇത് ഓരോ ദിവസവും നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡേ ബൈ ഡേ നത്തിങ് ചേഞ്ചസ് ബട്ട് വെൻ യു ലുക്ക് ബാക്ക് എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു 6 മാസം ചെസ് പഠിച്ചു കഴിയുമ്പോൾ ഡേ ബൈ ഡേ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള വളരെ വലിയൊരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്പോൾ നമ്മുടെ അടുത്ത് റിയൽ ലൈഫായിട്ട് പേരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 6 മാസം പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടി നമ്മുടെ ചെസ് പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഒരു IQ ടെസ്റ്റ് നമ്മൾ എടുക്കും. അതിനുശേഷം 6 മാസം അല്ലെങ്കിൽ 1 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ രണ്ടാമതൊരു IQ ടെസ്റ്റ് എടുക്കും. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ പ്രോഗ്രസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സിനാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അവരുടെ ഒരു പാഷനെ പ്രൊഫഷനാക്കി മാറ്റിയിട്ടുള്ള കുറേ ആളുകളുടെ പ്രതിനിധികളെയാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്. ചെസ് ഗെയിം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ പറഞ്ഞത്? അതുലും അഭിജിത്തും. ഒരാൾ ആർക്കിടെക്റ്റാണ്, ഒരാൾ വക്കീലാണ്. അഭിജിത്ത് ആക്ച്വലി എങ്ങനെയാണ് ചെസ്സിലേക്ക് എത്തിയത്? ആക്ച്വലി ഇപ്പോൾ എൻ്റെ ചെസ് ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു 8-ാം വയസ്സിൽ ചെസ് കളി തുടങ്ങിയ ഒരു ആളാണ്. 8 വയസ്സിൽ തുടങ്ങി കഴിഞ്ഞ 15 വർഷമായിട്ട് ചെസ്സിൻ്റെ മേഖലയിൽ ആക്റ്റീവായി ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 8 ടൈംസ് എന്നൊരു സ്ഥാപനത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള ഒരു രസകരമായിട്ടുള്ള കഥ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു കഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 15 വർഷം മുമ്പോട്ട് പോകണം. ഇവിടെ ഇരിക്കുന്ന അതുലും ഞാനും പിന്നെ ഞങ്ങളുടെ 4 സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അനിയനും കൂടിയായ അരിജിത്ത്, ആദേശ്, മനു, ചന്ദർ. ഞങ്ങൾ ഡെയിലി ചെസ് കളിക്കും. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു 8-ാം വയസ്സിൽ ഒരു ചെസ് ടൂർണമെന്റിന് പോയി. ആ ടൂർണമെന്റിന് പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ചെറിയ കുട്ടികളാണല്ലോ, ഞങ്ങൾ ബോർഡിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. അന്ന് ഞങ്ങൾക്ക് ബോർഡിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലും തോപ്പിക്കണം, അപ്പുറത്തുള്ള ഇപ്പൊ അതുലിനെ തന്നെ എനിക്ക് തോപ്പിക്കണം, അതുലിനെ എന്നെ തോപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, ചെസ് ബോർഡിൻ്റെ പുറത്ത് ഞങ്ങൾ തമ്മിൽ 8-ാം വയസ്സ് മുതൽ കഴിഞ്ഞ 15 വർഷമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ജില്ലാ തലത്തിൽ തുടങ്ങി. ഏറ്റവും ചെറിയ സ്കൂൾ ലെവൽ ടൂർണമെൻറ്റ് കളിച്ച് തുടങ്ങി. സ്കൂൾ ചാമ്പ്യൻസായി, ജില്ലാ ചാമ്പ്യന്മാരായി, സംസ്ഥാന ചാമ്പ്യന്മാരായി, നാഷണലിൽ പോയി മെഡൽ കിട്ടി. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് കോമൺവെൽത്ത് ഗെയിംസ്, ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ് അടക്കമുള്ള കോമ്പറ്റീഷൻസിലെല്ലാം പങ്കെടുത്തു. നിങ്ങൾ പോയി, ഞങ്ങളെല്ലാവരും പോയി. ഞങ്ങളുടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഞങ്ങൾ 6 പേര് ഒരേ സ്കെയിലിലാണ് വളർന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ കാലയളവിന് ശേഷം ഞങ്ങൾ കോളേജ് പഠിക്കാനായിട്ട് പല സംസ്ഥാനങ്ങളിലേക്ക് സ്പ്ലിറ്റായി. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്, അതുൽ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, ആദേശ് ചെന്നൈയിലാണ് പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സംസ്ഥാനങ്ങളിലേക്ക് സ്പ്ലിറ്റായി. പക്ഷേ ഞങ്ങൾക്ക് ചെസ്സ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബോണ്ട് ചെയ്തൊരു സാധനമായതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ സ്പ്ലിറ്റായി പോയതിനു ശേഷവും എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ മീറ്റ് ചെയ്യും, ഒരു യാത്ര പോകും. അത് ഞങ്ങൾക്ക് മസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ രീതിയിലാണ് ഞങ്ങളുടെ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തത്. ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് നമ്മുടെ ലോക്ക്ഡൗൺ വന്നല്ലോ, 2020 മാർച്ചിൽ ലോക്ക്ഡൗൺ വന്ന സമയം ഞങ്ങൾ എല്ലാവരും വീടുകളിലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളമാണ്, അതിൽ കോഴിക്കോടാണ്. അപ്പോൾ വീട്ടിലിരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൂമിൽ കൂടെ വരും. അപ്പോൾ സൂമിൽ ഞങ്ങൾ 6 പേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ചുമ്മാ റാൻഡം വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുൽ അന്ന് പറഞ്ഞു, അതുലൊരു ആൻറ്റി അതുലിനോട് ഷെയർ ചെയ്യായിരുന്നു. ആൻറ്റിയുടെ മോൾ അന്ന് 7 വയസ്സായിരുന്നു. അതുൽ പറഞ്ഞു, ആ ആൻറ്റി പറയുകയാണ്, ആൻറ്റിയുടെ മോൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒട്ടും ക്ഷമയില്ല, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനെങ്കിൽ അതുലിനോട് പറയാണ്. അപ്പോൾ അതുൽ ഈ കാര്യം ഞങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ ഡീപ്പിൽ ഞങ്ങൾ ചിന്തിച്ചു, ഡെപ്തിൽ ചിന്തിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പാരൻ്റ്, അതുലിൻ്റെ ആൻറ്റി മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല, ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പേരൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതൊരു ഗ്ലോബൽ പ്രോബ്ലമാണ്. കാരണം ഇന്നത്തെ ഈ ജനറേഷനിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്, ക്ഷമാശീലം ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് കളിച്ചു വരുന്ന ഗെയിമാണ് ചെസ്. ആ ചെസ് ഇതിനുള്ളൊരു സൊല്യൂഷനാണ്. ഈ കുട്ടികളുടെ ക്ഷമ വർദ്ധിപ്പിക്കുക, അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടുക, അവരുടെ മെമ്മറി കൂട്ടുക, ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ചെസ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു, ശരി 2, 3, 4 പേർക്ക് നമുക്ക് ചെസ് ക്ലാസ് എടുക്കാം, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3-4 പേർക്ക് ക്ലാസ് എടുത്തു. ചുമ്മാ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ്, സൂമിൽ കൂടെ ക്ലാസ് എടുത്തു. 3 മാസം ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പേരൻസ് പറയാൻ തുടങ്ങി, ചെസ്സ് പഠിച്ചതിന് ശേഷം അവരുടെ കുട്ടികളിൽ അവർക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ട്. പണ്ട് PUBG കളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ചെസ്സ് കളിക്കുകയാണ്. പണ്ട് മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ചെസ്സിൽ
ചെസ് പസിൽസ് സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത് പേരൻസിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവർ നമുക്ക് ഭയങ്കര അടിപൊളി ഫീഡ്ബാക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ നമുക്കൊരു വാലിഡേഷൻ ആയി. അന്ന് നമ്മൾ വിചാരിച്ചു ഓക്കെ, അന്ന് നമ്മൾ കോളേജിൽ പഠിക്കുകയായിരുന്നു, ഞങ്ങൾ എല്ലാവരും പഠിക്കുകയായിരുന്നു, നമുക്കിതിനെ സ്കെയിൽ ചെയ്യാം, അധികം ആൾക്കാരിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടുക, വാട്സാപ്പ് സ്റ്റേറ്റസ് ആക്കുക, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കുക, അങ്ങനെ തുടങ്ങി. അങ്ങനെ അന്ന് തുടങ്ങിയൊരു സംരംഭത്തിലേക്ക് ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് 2022 വന്നു. ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് നമ്മൾ 5000-ലധികം കുട്ടികൾ 30 രാജ്യങ്ങളിലും ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചു. നമുക്കൊരു 50-ൽ പരം ചെസ് ട്രെയിനേഴ്സ് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഒരു 15-ൽ പരം ഓഫീസ് സ്റ്റാഫ് നമുക്കുണ്ട്. അങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായി 8x8 ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് 4 വർഷം മുമ്പ് ചോദിക്കുകയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ നമ്മൾ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര വേഗം എത്താൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ഒരു ഗ്രാജുവലി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരു കുട്ടി ഒരു ചെസ്സിലേക്ക് ഒരു ട്രെയിൻ ചെയ്യണമെന്നൊരു ചിലപ്പോൾ ഒരു പാരൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എത്രാമത്തെ വയസ്സ് മുതലായിരിക്കണം ഒരു കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്? നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി സ്പീക്കിംഗ് 5 വയസ്സ് തൊട്ട് 15 വയസ്സുള്ള കുട്ടികൾക്കാണ്. അതിനെയാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ എടുക്കുവാണെങ്കിൽ, ഞാൻ പേഴ്സണലി 4 വയസ്സ് തൊട്ട് ചെസ് കളിക്കുന്ന ആളാണ്. ഞാൻ കളിച്ചു തുടങ്ങിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും ചെസ് കളിക്കുമായിരുന്നു. അപ്പോൾ അവരെ കണ്ട് അതെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പാരൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഏജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 4 വയസ്സ് 5 വയസ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്ന ഒരു സമയമാണ്. കുട്ടികളെ സംബന്ധിച്ചോളം ആ ഒരു 5 വയസ്സ് 6 വയസ്സ് എന്നൊക്കെ പറയുന്നത്, ഈ എത്ര യങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിലേക്ക് ടൈം ഇടാൻ പറ്റുമെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ ആണ് നമ്മളിത് ചെയ്യുന്നത് എന്ന രീതിയിൽ പാരൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ മോൾക്ക് ഈ ഒരു ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ചെസ്സിലേക്ക് ഒരു ടാലന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പാരന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? 2 രീതിയിൽ അത് കാണാം. അതായത് ചെസ് നമ്മൾ പഠിപ്പിക്കുന്നത് ചെസ്സിൽ ഭയങ്കരമായി എക്സൽ ചെയ്യാൻ വേണ്ടി തന്നെ ആവണമെന്നില്ല. ചെസ് കാരണം ഉണ്ടാവുന്ന ബെനിഫിറ്റിന് വേണ്ടി പഠിപ്പിക്കാം. അതിന് ചെസ്സിൽ ടാലന്റ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ചേട്ടൻ ചോദിച്ച പോലെ ആണെങ്കിൽ നമുക്ക് ചെസ്സിൽ ടാലന്റ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് അത് ഒരു ദിവസം പറ്റുന്നേ അല്ല. അത് ശരിക്കും ഒരു ചെറിയൊരു ടൈം അതിലേക്ക് കൊടുക്കണം. ഒരു പക്ഷേ മേ ബി പാരൻസ് ഈ ഒരു ഗെയിമിൽ എൻഗേജ് ആകുമ്പോൾ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നതാകാം, അല്ലേ? അല്ലേ? അങ്ങനെ ആ ഇൻട്രസ്റ്റ് കാണിച്ച് കുട്ടി അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി, അല്ലേ? ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെസ് കളിയിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്ന സമയത്ത് ആളുടെ ബുദ്ധിവികാസം ഉണ്ടാകും, അല്ലേ? എങ്ങനെയാണ് ആക്ച്വലി ആ കുട്ടികൾക്ക് അത് ഡെവലപ്പ് ആവുന്നത്? അതായത് ഇപ്പോൾ ചെസ് ഒരു ഗെയിം പറയുമ്പോൾ നമ്മൾ ചെസ് എന്ന് പറയുമ്പോൾ മോറലെസ് ഒരു പാറ്റേൺ റെക്കഗ്നീഷനാണ്. അപ്പോൾ ചെസ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പാറ്റേൺസിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ചെസ് ഒരു റെഗുലർ കളിക്കുമ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ സ്കിൽസ് കൂടുകയാണ്. ഇത് ഓരോ ദിവസം നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡേ ബൈ ഡേ നത്തിങ് ചേഞ്ചസ് ബട്ട് വെൻ യു ലുക്ക് ബാക്ക് എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു 6 മാസം ചെസ് പഠിച്ചു കഴിയുമ്പോൾ ഡേ ബൈ ഡേ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള വളരെ വലിയൊരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്പോൾ നമ്മുടെ അടുത്ത് റിയൽ ലൈഫായിട്ട് പേരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 6 മാസം പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു കുട്ടി നമ്മുടെ ചെസ് പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഒരു IQ ടെസ്റ്റ് നമ്മൾ എടുക്കും. അതിനുശേഷം 6 മാസം അല്ലെങ്കിൽ 1 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ രണ്ടാമതൊരു IQ ടെസ്റ്റ് എടുക്കും. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ പ്രോഗ്രസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ എൻ്റെ മോൾക്ക് ഇത് പഠിക്കുന്ന ആൾക്ക് ചെസ്സ് ബേസിക്കലി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആക്ച്വലി? അപ്പോൾ ആദ്യം ആ കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ഒരു 1/2 മണിക്കൂറിൻ്റെ ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആ 30 മിനിറ്റ് 2 കാര്യങ്ങളാണ് സെർവ് ചെയ്യുന്നത്. ഒന്ന്, മോൾക്ക് നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി മനസ്സിലാവും. അതായത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഓൺലൈൻ പഠിക്കാൻ. 5 മുതൽ 15 വരെ. നമ്മൾ 5 പറയാൻ കാരണം 5-ൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നടത്തി മനസ്സിലായത് 5 മുതൽ മുന്നോട്ട് ഒരു 15 വയസ്സുള്ള കുട്ടികൾക്ക് സുഖമായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ ആ കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റി മനസ്സിലാവും. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, എൻഗേജ്ഡ് ആയി ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മോൾക്ക് മനസ്സിലാവും. നമുക്കും അതുപോലെ തന്നെ
മോൾക്ക് ചെസ്സിൽ എന്തൊക്കെ അറിയാം, മോൾ കംപ്ലീറ്റ് ബിഗിനറാണോ, അതായത് ഓരോ പീസിൻ്റെ പേര് തൊട്ട് പഠിക്കണോ, അതോ കുറച്ച് കാര്യങ്ങൾ അറിയാം, പീസിൻ്റെ പേര് അറിയാം, എങ്ങനെയാണ് ഇവർ നീക്കുന്നത്, എങ്ങനെയാണ് കരുക്കൾ നീങ്ങുന്നത്, അത് തൊട്ടാണോ പഠിപ്പിക്കേണ്ടത്, അതോ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്കാണ് പഠിക്കണം. ആ 30 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്കൊരു അസസ്മെൻറ്റ് കിട്ടും ആ കുട്ടീനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിലബസ് ഇന്ത്യ നമ്പർ 4 ഗ്രാൻഡ് മാസ്റ്റർ SL നാരായണൻ ഉണ്ട്, അദ്ദേഹം ക്യൂറേറ്റ് ചെയ്ത് തന്ന സിലബസിലാണ് നമ്മൾ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനറാണ് വരുന്നതെങ്കിൽ 6 മാസം കൊണ്ട് ബിഗിനർ കോഴ്സ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നേരെ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോവാണ്. അപ്പോൾ ചെറിയ ചെറിയ സ്കൂൾ ടൂർണമെന്റ്സ് കളിച്ചു തുടങ്ങാം, ജില്ലാതല ടൂർണമെന്റ്സ് കളിച്ചു തുടങ്ങാം. പിന്നെ അതിന്റെ പ്രോഗ്രസ് വെച്ചിട്ടായിരിക്കും അടുത്ത സ്റ്റേജിലേക്കുള്ളൊരു യാത്ര. ഞാൻ ഇതിനകത്ത് ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടായി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഓഡിയൻസ് ചോദിക്കും ഇയാളെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചതുരംഗ കളി എന്ന് പറയുമ്പോൾ എതിരാളികളുടെ മൂവ്മെൻറ്റിനെ അനുസരിച്ചിട്ടാണ് ഒരാൾ കളിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ യഥാർത്ഥ ലോജിക്ക്, എന്താണ് ആക്ച്വലി? നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെസ് ഗെയിം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയ ഗെയിമാണ്. അത് ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. ചതുരംഗം എന്നായിരുന്നു ആദ്യ കാലത്തെ പേര്. അപ്പൊ ആ കാലത്ത് രാജാക്കന്മാര് തമ്മിൽ ലൈക്ക് അവരുടെ ഒരു വിനോദം പോലെ അതെ അതൊരു പ്ലാനിങ് എന്ന രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നു. ഈ പറഞ്ഞ പോലെ അവരൊരു വിനോദം എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നൊരു ഗെയിമാണ്. അപ്പൊ അതിലെന്താ, ഒരു രാജാവിന് മറ്റേ രാജാവിനെ തോൽപ്പിക്കാനായിട്ട് ഏതൊക്കെ നമ്മൾ പല രീതിയിലായിരിക്കുമല്ലോ ഒരു യുദ്ധം ജയിക്കാൻ. ചിലപ്പോൾ ചിലരൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യും, അല്ല അങ്ങനെ പല. അതിൽ നിന്ന് ഡെവലപ്പായി വന്ന ഗെയിമാണ് ശരിക്കും, ചതുരംഗത്തിൽ നിന്ന് വന്നതാണ് ശരിക്കും ചെസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗെയിം ലൈക്ക് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്ത് വന്ന് നമ്മുടെ ഇന്നത്തെ ചെസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വന്നപ്പം അതില് എന്താ പറയാ, നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷൻ ഉണ്ട്, ആന, കുതിര. പക്ഷെ അതിന്റെ പേര് മാറി, ബിഷപ്പ്, നൈറ്റ് എന്നൊക്കെ. അതൊക്കെ പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എതിരാളി ആളുടെ രാജാവിനെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജാവിലേക്ക് പല രീതിയിൽ എത്താൻ നോക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിന് പലതരം മെത്തേഡ്സ് ഉണ്ട് ചെസ്സിൽ. നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഉണ്ട്. ബാക്കി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കിപ്പോ ഒരു പ്രശ്നം വരികയാണ്. നമ്മളിപ്പോ എന്താ പറയുക, പലതരം സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു എക്സാം വരുന്നു, അല്ലെങ്കിൽ ഇത് വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പൊ നമ്മളതിന് എന്താ പറയുക, നമ്മൾ ഓക്കെ ഞാൻ അരമണിക്കൂർ ഇതിലേക്ക് മാറ്റി വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് പ്ലാൻ ചെയ്യുന്നത്. എക്സാക്ട്ലി നമ്മൾ ലൈഫിനെയും പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെസ്സിലും പഠിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടാലന്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ വരും. ആ ആളുടെ പ്ലാൻ ഇതാണ്, ആ ആൾ പോലും അറിയാതെ നമ്മൾ മറ്റൊരു സൈഡിലൂടെ ആളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പുറത്തെത്തിക്കുക. ഒരു ഫൺ ഗെയിം ആണ് നമ്മൾ പ്രോപ്പർലി പഠിച്ചു കഴിഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ തന്നെ അത്, പക്ഷെ അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അതൊന്നും ഇതിനകത്ത് ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ഉദാഹരണം, എനിക്ക് ഇതിനൊക്കെ ക്യൂരിയോസിറ്റിയാണ്. ഞാനിപ്പോൾ നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പല റീൽസും കാണുമ്പോൾ തന്നെ ഈ പ്രൊഫഷണലി പല ചെസ് ഗെയിമേഴ്സ് കളിക്കുന്ന ആളുകൾ ഓരോ മൂമെന്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഒരു ആക്ടിവിറ്റി? എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ തന്നെ ഒന്നുകൂടെ തുടങ്ങണം. അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ, നമുക്ക് ഒരു മൂവ്മെന്റ് ഒക്കെ വെച്ച് ഇരുന്ന് അവരിങ്ങനെ നമുക്ക് എന്താ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് പൈനൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമാണ് ശരിക്കും. ആലോചിച്ചിരുന്ന് പതിയെ ചിലപ്പോ ഇത്രയോ മണിക്കൂറിലായിരിക്കും ഒരു മൂവ്മെന്റ് വരുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ദിവസങ്ങളോളം പോകുന്ന മാച്ചസ് ഒക്കെയാണ് പണ്ടത്തെ ശരിക്കും. അതായിരുന്നു അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കൊരിക്കലും അത്രയും സമയമൊന്നും ഇപ്പൊ എന്ത് ഗെയിം ആയാലും നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ക്രിക്കറ്റിൽ പോലും ശരിക്കും പറഞ്ഞാൽ 50-50 അല്ലെ, അതായത് നമ്മുടെ 50 ഓവേഴ്സിന്റെ ഇത് മാറി 20-20 കൂടുതൽ ഇതിലേക്ക് വരുവാണ് ആൾക്കാർ. കാരണം എന്താ, നമുക്ക് പെട്ടെന്ന് തീരുന്ന ഇതിനോടാണ് ആൾക്കാരുടെ താല്പര്യം മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചെസ്സിൽ ആ സമയത്തിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി വന്നൊരു ഇൻവെൻഷനാണ് ശരിക്കും ചെസ് ക്ലോക്ക് എന്ന് പറയുന്നത്. ചെസ് ക്ലോക്ക്. അപ്പൊ അതില് നമ്മൾ ഇപ്പൊ പറഞ്ഞ ചെസ് ക്ലോക്ക് ശരിക്കും എന്താ പറയാ, നമ്മളൊന്ന് അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റ് ചെയ്യാം. അതിനുശേഷം ആ ക്ലോക്കിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോസ് ആവും, മറ്റേ ആളുടെ സമയം റൺ ചെയ്യാൻ തുടങ്ങും. അതിനുള്ള ഒരു മെഷീൻ. ഗ്ലോബലി ആക്ച്വലി ഇപ്പൊ വലിയ ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര മണിക്കൂറുകളിൽ ചെസ് ഗെയിം തീർക്കണമെന്നുണ്ടോ ആക്ച്വലി? അതായത് നമുക്ക് 3 ഫോർമാറ്റിലാണ് ചെസ്സ് വരിക. ഒന്നാമത്തെ ഫോർമാറ്റ് ക്ലാസിക്കൽ ഫോർമാറ്റ് എന്ന് പറയും. അതായത് ഒരാൾക്ക് 1 മണിക്കൂർ 30 സെക്കൻഡ് ആയിരിക്കും, പ്ലസ് 30 സെക്കൻഡ് ഇൻക്രിമെന്റ് ആയിരിക്കും ഒരു ഗെയിമിന് വരിക. ഏറ്റവും ക്ലാസിക്കൽ ഫോർമാറ്റ് ഒരു കളി 4 മണിക്കൂറോ മുകളിലേക്കോ പോവാം. അത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. രണ്ടാമത് വരുന്ന റാപ്പിഡ് ഫോർമാറ്റ് ആണ്. റാപ്പിഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ 2 പേർക്ക് ഒരു 20-25 മിനിറ്റ് ആണ് ക്ലോക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു 50 മിനിറ്റ് 1 മണിക്കൂറിനുള്ളിൽ ആ കളി തീരും. ഏറ്റവും രസകരമായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ആവേശമുള്ളതും ബ്ലിറ്റ്സ് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം
ഉണ്ട്. ബ്ലിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 പേർക്ക് 3 മിനിറ്റ് ആണ് 2 പേർക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ള ആ ഗെയിം തീരും. അപ്പോൾ സ്പെക്ടേറ്റേഴ്സിനാണെങ്കിലും ഓഡിയൻസിനാണെങ്കിലും ബ്ലിറ്റ്സ് കാണാനാണ് രസം. കാരണം ടക്ക് 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 എന്ന് അങ്ങോട്ട് കളിക്കും ഇങ്ങോട്ട് കളിക്കും ക്ലോക്ക് അടിക്കും അങ്ങോട്ട് കളിക്കും ക്ലോക്ക് അടിക്കും. അത് കാണാനാണ് രസം. ആ ഒരു ക്ലാസിക്കൽ ഗെയിം ആകുമ്പോൾ ഗെയിമിനെ പറ്റി ചെസ്സിനെ പറ്റി അറിയാത്ത ആൾക്കാർ ബോർഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ ചെസ്സിലൊരു ഇപ്പോൾ ക്രിക്കറ്റിൽ 50 ഓവർ പോലെയാണ് അല്ലെങ്കിൽ ടെസ്റ്റ് പോലെയാണ് ഈ ക്ലാസിക്കൽ, 50 ഓവർ പോലെയാണ് റാപ്പിഡ്, അതുപോലെ 20-20 ആണ് ബ്ലിറ്റ്സ്. അപ്പോൾ ഏറ്റവും രസവും ഏറ്റവും ഹരവും 20-20 കാണാനല്ലേ, അതുപോലെ ബ്ലിറ്റ്സ് ആണ് കാണികൾക്ക് ഏറ്റവും കാണാൻ രസം ഉണ്ടാവുക. അത് ഈ 3 മിനിറ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തൊക്കെയോ അല്ലാട്ടോ വെക്കുന്നത്. ശരിക്കും ആ 3 മിനിറ്റിൽ ഒരു ഭയങ്കരമായ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആയിട്ട് അത് കുറച്ചും കൂടെ സ്പീഡായി ചെയ്യും. അത് വേറെ തന്നെ ഒരു ഒരുപക്ഷെ പല ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്ന് ചെസ്സ് കളിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് ഇത് പോകുന്നത് ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയില്ല അല്ലെ. അതിൽ പറഞ്ഞ പോലെ തന്നെ ചെസ്സിലെ ഏറ്റവും അടിപൊളി ഇൻവെൻഷൻസിൽ ഒന്ന് ഈ ചെസ് ക്ലോക്ക് തന്നെയായിരുന്നു. കാരണം ചെസ് ക്ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ കാണുന്നവർക്ക് ബോറടിച്ചേനെ. കാരണം ലോങ് ഒരു കളിനെ 4, 5, 6 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ബോറടി വരില്ല. പക്ഷെ ക്ലോക്ക് വരുമ്പോൾ അതിലേക്ക് ഒരു ആവേശത്തിന്റെ എലമെന്റ് വരികയാണ്. അപ്പോൾ ചെസ് ക്ലോക്ക് വളരെ വലിയൊരു ഇൻവെൻഷൻ ആണ് ചെസ്സിൽ. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ചെസ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. 180+ രാജ്യങ്ങളിൽ ചെസ് ഫെഡറേഷൻസ് ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടാലൻസ് ഉള്ളത്. എന്താണ് ഇന്ത്യയിലുള്ള ഗെയിം ഉണ്ടാകുന്നത് ആക്ച്വലി അല്ലേ? പിന്നെ ഇത് ആക്ച്വലി യൂറോപ്പിലേക്ക് പോയി അവരതിന്റെ പോളിഷേഡ് കൊണ്ടുവന്നാണോ? എന്താ അതിന്റെ പിന്നിൽ ആക്ച്വലി? അതായത് ഇന്ത്യയിലാണ് ചെസ് ഉത്ഭവിച്ചെങ്കിലും ഒരു കാലത്ത് 90s ചെസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയുമായിരുന്നു. റഷ്യയിലായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. ആ സമയത്താണ് അമേരിക്കയിൽ ബോബി ഫിഷർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടാണ് റഷ്യൻ ഡൊമിനൻസിനെ തകർക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ കുത്തകയായിരുന്നു ചെസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു മെസ്സിഹ എന്നൊക്കെ പറയുന്ന പോലെ വിശ്വനാഥ് ആനന്ദ് വന്നു, അദ്ദേഹം വന്ന് ലോക ചാമ്പ്യനായി. അതിനുശേഷം ഇന്ത്യയിൽ ഇപ്പൊ ചെസ് വളരെ പോപ്പുലർ ആയി തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ റഷ്യൻ ഡൊമിനൻസിനെയും അമേരിക്കൻ ഡൊമിനൻസിനെയും നമ്മുടെ ഇന്ത്യക്കാർ അടിച്ചു തകർത്തു. ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചെസ് രാജ്യം ഇന്ത്യയാണ്. ഈ വർഷം ലോക ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യൻ ടീം ജയിച്ചു, ലോക ചാമ്പ്യൻ ഇന്ത്യയായി. അപ്പോൾ അമേരിക്കയുടെയും റഷ്യയുടെയും ആ ഒരു ഡൊമിനൻസ് നമ്മൾ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ഇന്ത്യ ആ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അടുത്ത 5 വർഷത്തിൽ ഇന്ത്യയിലെ ആ ഒരു ടാലൻസും ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു സ്ട്രെങ്ത്തും പാഷനും ഡിറ്റർമിനേഷനും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്ത 100% അടുത്തൊരു 5 വർഷത്തിൽ ഇന്ത്യ തന്നെ ആയിരിക്കും ചെസ്സിലൊരു സൂപ്പർ പവറായി മാറുക. അതിൽ ശരിക്കും എടുത്തു പറയേണ്ട ഒരാളുടെ കാര്യമുണ്ട്. ഇന്ന് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു പേരായിരിക്കും ഡി ഗുഗേഷ്. ഇന്നത്തെ വേൾഡ്സ് യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആണ്. ശരിക്കും ചെസ്സിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ചാമ്പ്യൻ. അത് നമ്മുടെ അദ്ദേഹത്തിന്റെ ലൈഫ് ഇതിനായിട്ട് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. വേറെ ഒരു പരിപാടിക്കും പോലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ 4ാം ക്ലാസ്സിന് ശേഷം സ്കൂളിൽ പോയിട്ടില്ല. അദ്ദേഹം 7 വയസ്സിൽ നിന്നാണ് ചെസ് കളി തുടങ്ങിയത്. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ എക്സാം എഴുതാൻ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ 10-12 വർഷമായിട്ട് 24 മണിക്കൂർ 365 ദിവസവും ചെസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 10-11 വർഷത്തിന്റെ എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ചെസ് ഇല്ലാതെ ഒന്നുമില്ല ലോകത്ത്, ഒന്നുമില്ല ഫുൾ ടൈം ചെസ്സിൽ മാത്രമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു മേഖലയിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നവർ അതിനോട് ഒബ്സസ്ഡ് ആയിരിക്കും. അത് മാത്രമേ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിനോട് ഒരു 24/7 365 ഡേയ്സ് ആ ഒരു ഒബ്സഷൻ കൊണ്ട് മാത്രമാണ് അവരതിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു ഒബ്സഷൻ ഇല്ലെങ്കിൽ ചെസ്സിൽ പോലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്കെയിലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 വയസ്സുള്ളൊരു കുട്ടി, അവൾ ചെസ്സിന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആൾ നല്ലപോലെ ചെസ്സ് കളിക്കുന്നുണ്ട്, നല്ല ബ്രില്യൻ. ഇയാൾ വളർന്ന് കുട്ടി വളർന്ന് എവിടം വരെ എത്താം? എന്തായിരിക്കും അവരുടെ കരിയർ? എന്തായിരിക്കും അവരുടെ ലൈഫ്? അങ്ങനെ അത്രയും താല്പര്യവും ഇൻട്രസ്റ്റും പ്രോഗ്രസ് ഉള്ള ഒരു കുട്ടിക്ക് എത്താവുന്ന ഏറ്റവും വലിയ സ്പോർട്ട് എന്ന് പറയുന്നത് ലോക ചാമ്പ്യൻ അല്ലെങ്കിൽ വേൾഡ് നമ്പർ 1 പ്ലെയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ജില്ലാതലം സ്കൂൾ തലത്തിലുള്ള ചെറിയ ടൂർണമെന്റ്സ് കളിക്കുക. ആ ടൂർണമെന്റ്സ് നമ്മൾ ജയിക്കും, സ്റ്റേറ്റിൽ പോവുക, നാഷണലിൽ പോവുക. അപ്പോൾ നാഷണലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്റർനാഷണൽ ഫിഡെ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്റർനാഷണൽ ഫിഡെ റേറ്റഡ് പ്ലേയേഴ്സ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെസ് ട്രെയിനേഴ്സ് എല്ലാവരും ലോക ചെസ് ഫെഡറേഷൻ അംഗീകരിച്ച റേറ്റിംഗ് ഉള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുണ്ടാവും. പിന്നെ നമ്മളവിടെ ചെയ്യുന്നത് ചെസ്സിലെ ബേസിക് ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഗെയിം അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളൊരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗെയിം പഠിക്കണം.
ഏത് നീക്കമാണ് നമ്മൾ കളിച്ച നല്ലൊരു മൂവ്, ഏത് നീക്കത്തിലാണ് പാളിപ്പോയത്, ഏത് നീക്കമായിരുന്നു നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മുടെ ഗെയിം അനലൈസ് ചെയ്ത് അതിൽ നമ്മൾ നല്ലോണം കളിച്ച മൂവും മോശം കളിച്ച മൂവും ഓരോ ഗെയിമും നമ്മൾ കളിക്കുന്ന ഓരോ ഗെയിമും അനലൈസ് ചെയ്ത് അതിലെ മിസ്റ്റേക്സ് ശരിയാക്കി. ചിലപ്പോൾ നമ്മളൊരു 10 മൂവുള്ള ഗെയിം കളിക്കുമ്പോൾ 6ാമത്തെ മൂവ് ആയിരിക്കും നമ്മൾ കളിച്ച ഒരു പൊട്ട മൂവ്. അത് നമ്മൾ അടുത്ത ഗെയിമിൽ നന്നാക്കും. പക്ഷെ അപ്പോൾ ചിലപ്പോൾ 8ാമത്തെ മൂവ് പാളിപ്പോവും. അത് പിന്നെ വന്ന് പഠിക്കുക, എന്നിട്ട് അത് അടുത്ത ഗെയിമിൽ പോയി റെഡിയാക്കുക. അങ്ങനെ കളിച്ച് നാഷണൽ കഴിഞ്ഞ് ഇന്റർനാഷണൽ പോവും. ഇന്റർനാഷണൽ പോയിട്ടാണ് നമുക്ക് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കും അതിലേക്ക്. പിന്നെ ഓരോ ചെസ് ടൈറ്റിൽസ് ഉണ്ട്. ആദ്യം കാൻഡിഡേറ്റ് മാസ്റ്റർ ആവും, ഫിഡെ മാസ്റ്റർ ആവും, ഇന്റർനാഷണൽ മാസ്റ്റർ ആവും, ഗ്രാൻഡ് മാസ്റ്റർ ആവും, സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റർ ആവും. അങ്ങനത്തെ ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ ഇൻ ടേംസ് ഓഫ് ടൈറ്റിൽസ് വരുന്നത്. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുട്ടിക്ക് ഏറ്റവും എത്തിപ്പെടാവുന്ന ഒരു പൊസിഷൻ ലോക ചാമ്പ്യൻ അല്ലെങ്കിൽ വേൾഡ് നമ്പർ 1. ഇന്നത്തെ ലോക ചാമ്പ്യൻ എന്ന് പറയുന്നത് ഡി ഗുകേഷ് ആണ്. വേൾഡ് നമ്പർ 1 എന്ന് പറയുന്നത് നോർവേക്കാരനായിട്ടുള്ള ഒരു മാഗ്നസ് കാൾസൺ ഉണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ വേൾഡ് നമ്പർ 1 ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ ആളെ പരാജയപ്പെടുത്തിയത്. അല്ല അദ്ദേഹം ഇന്ത്യയിലെ ആള് പരാജയപ്പെടുത്തിയത് ഡിങ് ലിറൻ എന്ന് പറഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ലോക ചാമ്പ്യൻ ആയിരുന്നു. എക്സിസ്റ്റിംഗ് ലോക ചാമ്പ്യനെ ചൈനീസ് ചാമ്പ്യൻ ഡിങ് ലിറനെ തോപ്പിച്ചാണ് ഗുകേഷ് ആയത്. 2013 മാഗ്നസ് കാൾസൺ ലോക ചാമ്പ്യൻ 2013 കാൾസൺ ആയി. പക്ഷെ അതിനുശേഷം അദ്ദേഹം 2022 വന്നപ്പോൾ കാൾസൺ പറഞ്ഞു, 22 വരെ അദ്ദേഹം തന്നെയായിരുന്നു ചാമ്പ്യൻ. കാൾസൺ പറഞ്ഞു, ഞാൻ 10 വർഷത്തിൽ കൂടുതൽ ലോക ചാമ്പ്യനായി, എനിക്കിനി ഇത് കളിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല. കാരണം 10 വർഷം ആയല്ലോ. കാരണം ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ കാൾസൺ പറഞ്ഞു, എനിക്കിനി ഇത് കളിക്കണമെന്നില്ല, ഞാൻ എൻ്റെ ടൈറ്റിൽ സ്വമേധയാൽ അടുത്ത ആൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് റഷ്യക്കാരനായ നെപ്പോമിയാഷി എന്ന് പറഞ്ഞ ഒരു പ്ലെയറും ഡിങ് ലിറനും തമ്മിൽ 2022 ലോക ചാമ്പ്യൻഷിപ്പ് വന്നു. ആ ചാമ്പ്യൻഷിപ്പിലാണ് ഡിങ് ലിറൻ നെപ്പോമിയാഷിനെ തോപ്പിച്ച് ലോക ചാമ്പ്യൻ ആയത്. നിങ്ങൾ എവിടം വരെ ചെസ്സിലെത്തി? ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ 6 പേരും ജില്ലാ തലം മുതൽ ഒരുമിച്ച് തുടങ്ങി ജില്ലാ ചാമ്പ്യന്മാരായി, സംസ്ഥാന ചാമ്പ്യന്മാരായി, നാഷണലിൽ പോയി ബ്രോൺസ് മെഡലും സിൽവർ മെഡലും കിട്ടി. ലോക ചാമ്പ്യൻഷിപ്പിൽ, ലോക അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു. ഞങ്ങൾ +2 കാലയളവ് വരെ ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം ഏതൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലും ഉള്ള പോലെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു അക്കാഡമിക്സ് വേഴ്സസ് സ്പോർട്സ് ഒരു പ്രഷർ വന്നപ്പോൾ നമ്മളെല്ലാവരും ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയില്ല, ചെസ് വിട്ട് അക്കാഡമിക്സിലേക്ക് വന്നു. പക്ഷേ ജീവിതം കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുന്ന ചെസ് നമ്മുടെ ബ്ലഡിലുണ്ട്. അതായത് നിങ്ങൾ താങ്കൾ അഡ്വക്കേറ്റ് അല്ലേ? അഡ്വക്കേറ്റ് ആയ സമയത്ത് ഇപ്പൊ താങ്കൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരു ആർക്കിടെക്ട്, ക്രിയേറ്റീവ് ആണ് അദ്ദേഹം. നിങ്ങൾ കുറച്ചുകൂടെ ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാച്ച്. നിങ്ങളുടെ 2 പേരുടെയും ലൈഫിൽ ചെസ് എങ്ങനെയാണ് സ്വാധീനിച്ചത്? വക്കീലിന്റെ ലൈഫിൽ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചത്? ഇപ്പൊ വക്കീലിന്റെ ലൈഫിൽ എങ്ങനെ സ്വാധീനിച്ചു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കേസ് പഠിക്കലോ ചെസ് കളി തന്നെയാണ്. കാരണം നമ്മുടെ അടുത്തൊരു ഫാക്ച്വൽ സിറ്റുവേഷൻ വരുമ്പോൾ അതൊരു ചെസ്സിലൊരു സിറ്റുവേഷൻ ആണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. നമ്മുടെ ലക്ഷ്യം കേസ് ജയിക്കുക. അവിടെ ചെസ് കളിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ചെസ് ആ ഗെയിം ജയിക്കുക. അപ്പൊ എന്ത് നീക്കം നീക്കിയാലാണ് ആ കളി ജയിക്കുക എന്നാണ് നമ്മൾ ചെസ് കളിക്കുമ്പോൾ ചിന്തിക്കുക. നമ്മൾ എന്ത് ആർഗ്യുമെന്റ് ജഡ്ജിയുടെ മുമ്പിൽ പറഞ്ഞാലാണ് നമുക്ക് ഫേവറബിൾ ആയിട്ട് കേസ് വരിക എന്നാണ് ഒരു കേസ് ആർഗ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വരിക. അപ്പൊ രണ്ടും വളരെ നല്ലൊരു ശതമാനം രണ്ടിലും നല്ലൊരു റിലേഷൻ ഉണ്ട്. ചെസ് കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന മൂവ് കളിച്ചാൽ ഒപ്പോണന്റ് എന്ത് കളിക്കുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കും. അതുപോലെ നമ്മൾ ഇന്ന പോയിന്റ് ആർഗ്യൂ ചെയ്താൽ എതിരാളി ഇത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എതിരാളി ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു നമ്മൾ ഒരു കോടതിയിൽ നിൽക്കുമ്പോഴും ആലോചിക്കും. അപ്പോൾ പ്ലാനിങ് ആണെങ്കിലും അതിൻ്റെ ഒരു ഏത് സ്റ്റേജ് ആണെങ്കിലും ചെസ്സും ലോയും ഭയങ്കര റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് ആർക്കിടെക്ചർ ക്രിയേറ്റീവ് ആണല്ലോ. ഒരാളുടെ സ്വപ്നത്തെ പണിയുന്ന ഒരാളാവുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ മനസ്സിലായി. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളൊരു സമയം കഴിയുമ്പോൾ നമ്മുടെ പാരൻസ് ഈ പറഞ്ഞ പോലെ അത് ചെയ്യടാ ഇത് ചെയ്യടാ നമ്മളെ ഫോഴ്സ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടക്കാണല്ലോ. അപ്പം നിങ്ങൾ 2 പേരും നല്ലൊരു കരിയറിലെത്തി. ആ കരിയറിൽ ചെസ് എങ്ങനെ ഡെവലപ്പ്? കാര്യം ഇതെന്നറിയാം, ഇത് പലപ്പോഴും നമ്മുടെ പാരൻസ് കേൾക്കണം. ഇത് നീ എപ്പോഴും ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കട എന്ന് പറയുന്ന ആ പാരൻസ്, ഇത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവണമല്ലോ. അപ്പോൾ ആസ് എ ആർക്കിടെക്ട് നിങ്ങൾ എങ്ങനെയാ ചെസ് ഹെൽപ്പ് ഇപ്പൊ കരിയറിൽ ചെസ് ഹെൽപ്പ് ചെയ്യണത്? തീർച്ചയായിട്ടും ഞാനതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറിന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് ഞാൻ എത്തിയതിലും പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ കുഞ്ഞിലെ ചെസ് കളിച്ചു തുടങ്ങിയതാണ് 4 വയസ്സ് 5 വയസ്സിൽ തന്നെ. ഇപ്പൊ നമുക്ക് ആ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു നോർമൽ ഇതിലെന്താ ഒരു സ്റ്റുഡന്റ് ലൈഫ്. നമ്മൾ സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, നമ്മളൊരു 10ാം ക്ലാസ് ഒരു +2 അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ പഠനം കാര്യങ്ങൾ പോവുക. അതിൽ കൂടുതൽ നമുക്ക് പുറത്ത് ശരിക്കും പോവാന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പാരന്റ്സിന്റെ കൂടെ അല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷനേ വരുന്നില്ല.
പക്ഷെ ഞങ്ങൾ ചെസ്സ് കളിക്കുന്ന, അത് ചെസ് എന്ന് ഞാൻ പറയില്ല, ഏത് സ്പോർട്ടിലുള്ളവർക്കും അതുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ചെസ്സ് ത്രൂ വന്നതിൽ ഒരു മേജർ കാര്യം എന്ന് പറയുന്നത്, ചെസ് എന്ന് പറയുന്ന ഗെയിം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞ്, ഇതിപ്പം അഭിജിത്ത് എറണാകുളത്ത് നിന്നുള്ള ആളാണ്, ഞാൻ കോഴിക്കോട് നിന്നുള്ള ആളാണ്, ഞങ്ങൾ തമ്മിൽ കണക്ട് ആവുന്നത് ചെസ്സ് വഴിയാണ്. പിന്നെ തൊട്ട് എനിക്ക് എറണാകുളത്ത് വരുമ്പോൾ എനിക്കൊരു വീടായി, അത് അഭിജിത്തിന്റെ വീടാണ്. അതേപോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനുശേഷം ഒരു 7 വയസ്സ് 8 വയസ്സ് വരെ പാരന്റ്സ് ഒപ്പം നിന്നു. അതിനുശേഷം ഞങ്ങൾ 8-9 വയസ്സുള്ള പ്രായക്കാരുള്ള ആൾക്കാരാണ്, വെറും 9 വയസ്സിലെ കുട്ടികളാണ് ബാംഗ്ലൂർ പോകുന്നത് ചാമ്പ്യൻഷിപ്പ് കളിക്കാനായിട്ട്. അന്ന് ഞങ്ങൾക്ക് അത് കാരണം കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മളൊരു കോളേജ് ലൈഫിലേക്ക് പോകുമ്പോൾ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ലൈക്ക് ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുമല്ലോ. ഈ ചെസ് എന്ന് പറയുന്നതിൽ എന്താ പറയുക, ഈ ചെറിയ ചാമ്പ്യൻഷിപ്പിന് പോലും മണി ഇൻവോൾവ് ആണ്. നമുക്ക് ക്യാഷ് പ്രൈസ് എന്ന രീതിയിലായിട്ടൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും ഒരു കുട്ടി എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ബൂസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു പോക്കറ്റ് മണി ആണെങ്കിൽ പോലും ചെറിയൊരു പ്രായത്തിൽ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ അത് ചിലപ്പം എന്താ പറയുക, നമ്മളൊരു ജോലി അങ്ങനത്തെ രീതിയിൽ എല്ലാവർക്കും അത് റിലേറ്റബിൾ ആയി. പക്ഷെ ഒരു കുഞ്ഞിലെ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടുക, നമ്മൾ ഒരു ചോക്ലേറ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യമാണത്. അപ്പൊ അതിന് ചെസ് ആസ് എ ഗെയിം എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് കോളേജിൽ ഇപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുന്നതിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കിടെക്ചർ ശരിക്കും ക്രിയേറ്റിവിറ്റി മാത്രമല്ല, അതിലൊരു സോൾവിങ്ങിന്റെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. ശരിക്കും എൻ്റെ ഒരു ഇതിൽ പറയാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാളുടെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു സെമിസ്റ്റർ ആയിരുന്നു, ഞാൻ എപ്പോഴും കോളേജിൽ ഓർക്കുന്ന ഒരു സെമിസ്റ്ററിൽ എനിക്ക് കിട്ടിയിരുന്നത്, എൻ്റെ ഡിസൈൻ ചെയ്യേണ്ടിയിരുന്നതിന് ഹോസ്പിറ്റലാണ്. നമ്മൾ ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇതിൽ വരണം, ആംബുലൻസ് വരുമ്പോൾ ഇങ്ങനെ ഇത്ര ഇത് വരണം. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സോൾവിങ്, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഡിസൈൻ വരികയാണ്. അതിൽ നമുക്ക് ഓക്കെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. അതിൽ ചെസ് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത് സോൾവ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു ചാലഞ്ച് തന്നെ, ഒരു വലിയൊരു ചാലഞ്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ലൈക്ക് അത്തരം കാര്യങ്ങളിലാണ് എനിക്ക് ചെസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുക. എനിക്ക് ഇത്തരം പ്രോബ്ലംസിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാൽക്കുലേഷൻ എലമെന്റ്സ് വരുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ചെസ്. അല്ല, കാര്യം ചില ആർക്കിടെക്ട് എന്ന് പറയുമ്പോഴേ, ഞാൻ പലപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ചില വീഡിയോ സീരീസിൽ വീട് റിലേറ്റഡ് എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ ഭയങ്കര ക്രിയേറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം അയാൾ മുന്നിൽ വരുന്ന ക്ലയൻസിനെ കേൾക്കാനും പഠിക്കാനും തയ്യാറാകണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയിലൂടെ പലപ്പോഴും ഒരു ആർക്കിടെക്റ്റ് ഒരു ഭ്രാന്തനെ പോലെ അല്ലേ ആലേണ്ടി വരും. അപ്പം അവിടെയെല്ലാം നിങ്ങൾക്ക് ചെസ് ഹെൽപ്ഫുൾ ആയെന്നാണ് പറയണത് അല്ലേ? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. മനുഷ്യനാകുമ്പോഴേ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം മനുഷ്യനാകുമ്പോൾ നമ്മൾ പല മൂഡിലൂടെ കടന്നു, സ്ട്രെസ് ഉണ്ടാകാം, ഹാപ്പിനെസ് ഉണ്ടാകും, വടവറ എന്ത് നമ്മുടെ ലൈഫിൽ ഇതാണ്. ഈ മേ ബി നമ്മുടെ കരിയറിലൊക്കെ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ചെസ് നിങ്ങളെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്? അതായത് ചെസ്സ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കൊടുക്കുന്ന ഒന്നാണ് നമ്മളെ അക്സെപ്റ്റിംഗ് ഫെയിലിയേഴ്സ്. അതായത് ഞങ്ങൾ ചെസ്സ് കളിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും തുടങ്ങുന്നത് തോൽവിയിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ഡി ഗുകേഷിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ ഒരു ആദ്യത്തെ 5-10 ടൂർണമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തോറ്റിട്ടേ ഉണ്ടാവുള്ളൂ. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ടൂർണമെന്റിൽ 6 കളിയിൽ 5 കളി തോറ്റു. ഞാൻ എൻ്റെ ആദ്യത്തെ ടൂർണമെന്റ് എല്ലാ കളിയും തോറ്റ ആളാണ്. അപ്പൊ ചെറിയ പ്രായം തൊട്ടേ നമ്മൾ തോറ്റ് പഠിക്കുമ്പോൾ നമുക്ക് തോൽവികളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. ഇപ്പോഴത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ജയം മാത്രം കണ്ടുവരുന്ന കുട്ടികൾ ഒരു പോയിന്റിലെത്തി ഒരു ചെറിയ തോൽവി ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോകും. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തോറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ എന്തും നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് ലൈഫിൽ വരും. അപ്പം 2 രീതിയിൽ നമുക്ക് അതിനെ കാണാം. അതായത് നമ്മൾ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് കുട്ടികൾ ഞാൻ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവും. പക്ഷെ ഭൂരിഭാഗം കുട്ടികൾക്കും അത് വാശിയാവും, അടുത്ത കളി എനിക്ക് ജയിക്കണം, അതിനെന്ത് ചെയ്യാം. അപ്പം ഞാൻ പോയി എൻ്റെ പഴയ കളി എന്തുകൊണ്ട് തോറ്റു അത് പഠിച്ച് അടുത്ത ഗെയിമിൽ ഒരു 0.1% ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. ചിലപ്പോൾ അടുത്തതും തോക്കും, അടുത്ത ഗെയിമിൽ 0.1% ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. അങ്ങനെ ചെറിയ പ്രോഗ്രസ് നടത്തി നമ്മൾ അവസാനം ജയിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും കിട്ടില്ല. പിന്നെ ഏതൊരു ചെസ് പ്ലെയർ, ഇപ്പോൾ മാഗ്നസ് കാൾസൺ അടക്കം ഏതൊരു ചെസ് പ്ലെയർ എടുത്താലും എല്ലാവരും തോൽവിയിൽ നിന്നായിരിക്കും തുടങ്ങുക. അപ്പോൾ അതും ചെറിയ പ്രായത്തിൽ 5, 6, 7 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ തോക്കുന്നത്. ആ ഒരു തോൽവി ഫേസ് ചെയ്ത് യൂസ് ടു ആവുമ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്തോരം തോറ്റാലും നമുക്കത് നമ്മളെ ബാധിക്കുകയില്ല. പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് പിന്നെയും ട്രൈ ചെയ്യാനുള്ളൊരു എനർജിയും മോട്ടിവേഷനും നമുക്ക് ഈ ഒരു ഗെയിം നമുക്ക് തരും. പരാജയപ്പെട്ടാലും നമ്മുടെ ലൈഫിൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അതെ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ഓഡിയോ കേൾക്കുന്ന ആളുകളും അല്ലെങ്കിൽ ചെറിയ റീൽസ് കേൾക്കുന്ന ആൾക്കാരും
സ്വന്തം മക്കള് ഇപ്പോൾ ഏത് സമയം ചെസ്സ് ഓൺലൈനിലും അല്ലെങ്കിൽ ഓഫ്ലൈനിലൊക്കെ കളിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പഠിക്കണം അന്നൊക്കെ പറയാൻ പണിയുന്നില്ലേ എന്ന് പറഞ്ഞ പാരൻസ് ഉണ്ടാവും. പാരൻസ് എന്ന് പറഞ്ഞാൽ ഇവന് സേഫ് ആകുക, ഇവരുടെ ലൈഫ് സെറ്റിൽ ആകുന്ന മാത്രമേ അവർക്കൊരു ഇൻറ്റൻഷൻ ഉള്ളൂ ബേസിക്കലി. അങ്ങനെയുള്ള പാരൻസിനോട് എന്തായിരിക്കും നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്? അക്കാഡമിക്സ് എന്ന് പറയുന്ന ഏതൊരു കാലഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതിലൊരു സംശയമേ ഇല്ല. പക്ഷേ ചെസ് എന്നല്ല ഏതൊരു സ്പോർട്ടായാലും എന്താ പറയുക, നമുക്കത് ഒരു കൊടുക്കുന്ന കുട്ടികളിൽ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചിലരത് തോൽവിയിലൂടെ എത്തിക്കും, ചിലരത് തോറ്റ് അടുത്ത ഒരു നമ്മുടെ എന്താ പറയുക ടൂർണമെന്റിൽ ജയിച്ചിട്ടാവാം, അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചെസ് കോച്ചിങ്ങിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണല്ലോ ഞങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചെസ് കോച്ചിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ തന്നെ ഒരാൾ കേരളത്തിൽ നിന്നാണെങ്കിൽ അടുത്ത ആൾ തമിഴ്നാട്ടിൽ നിന്നാണ്, അടുത്ത ആൾ ചിലപ്പം എബ്രോഡ് ദുബായിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, വേറെ ആൾ ബാംഗ്ലൂർ. അപ്പോൾ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഇത്രയും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്, ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു ചെറിയ സമയമാണ് ഇതിന് മാറ്റി വെക്കുന്നത്, 1-2 മണിക്കൂർ വെച്ച് മാത്രമേ നമ്മൾ മാറ്റി വെക്കാൻ ചെസ് കോച്ചിങ്ങിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലെന്താ സംഭവിക്കണേ, ശരി പഠനത്തിന്റെ 2 മണിക്കൂർ പോയി, പക്ഷെ ആ കുട്ടിക്ക് അതിനേക്കാൾ വലിയൊരു പഠനം അതിൽ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരിലേക്കുള്ള എക്സ്പോഷറാണ്. അത് പുറത്തുനിന്നുള്ള ട്യൂട്ടേഴ്സ് ആയാലും അതെ, ഒപ്പം പഠിക്കുന്നു എന്ന് പറയപ്പെടുന്ന കുട്ടികളിലും അവർക്ക് തമ്മിലുള്ള ഇന്ററാക്ഷനിൽ ഒരുപാട് ലേണിങ്സ് വരുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു ബുക്ക് മാത്രം പഠിച്ചുകൊണ്ട് കിട്ടുന്നതല്ല. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കോച്ചിങ് എന്തൊരു ഇതിന്റെയും ലൈക്ക് എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ബെനിഫിഷ്യൽ ആവുന്നത് അവിടെയാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ചെസ് പഠിപ്പിക്കുന്നു, എങ്ങനെയായിരിക്കും അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഡെമോ സെഷൻ എടുക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഡെമോ സെഷൻ എന്ന് പറയുന്നത് പാരൻസിനെ സംബന്ധിച്ചോളം നമ്മളെ കാണാനാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം പേടി വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളാണ്, ഓൺലൈൻ ഫ്രോഡുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, പോലീസായിട്ട് വരെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. വിർച്വൽ അറസ്റ്റ്. അതെ, എക്സാക്ട്ലി, വിർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പാരൻസിന് നമ്മൾ അതായത് ഇപ്പം മലയാളികളുടെ ഇടയിൽ ചിലപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഞങ്ങളിവിടെ കൊച്ചിയിൽ നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ടെന്നുള്ളതൊക്കെ എല്ലായിടത്തും കാണിക്കുന്നത്. പക്ഷെ വേറൊരു സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഇവിടെ ഒരു ഇതിൽ ശരിക്കുള്ളവരാണോ അതോ ഇനി വിളിച്ചിട്ട് മാത്രമാണോ എന്നറിയാനും കൂടിയാണ് ശരിക്കും ഒരു ഡെമോ സെഷൻ. നമ്മളെ നേരിട്ട് കാണാം, നമ്മളായിട്ട് എല്ലാം സംസാരിക്കാം, എല്ലാം കൺഫേം ചെയ്തിട്ട് ഫ്രീ സെഷനാണ്. ഞങ്ങൾ ആ സമയത്താണ് കുട്ടിയുടെ ലെവൽ അസസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് സമയത്താണ് ക്ലാസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലെവലിൽ ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് പറ്റിയ ബാച്ചസ് ഏതൊക്കെ സമയങ്ങളിലുണ്ട് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിൽ കൂടുതലും ഈവനിങ് ടൈമിൽ, വീക്ക് ഡേയ്സ് എല്ലാ വീക്ക് ഡേയിലും ഈവനിങ് ടൈമിലും, വീക്കെൻഡ്സിലാണെങ്കിൽ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെയും ക്ലാസ്സസ് ഉണ്ട്. എബ്രോഡുള്ള കുട്ടികൾക്ക് ഏർലി മോർണിംഗ് ക്ലാസ്സസും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും ക്ലാസ് അവൈലബിൾ ആണ്. പക്ഷേ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചായിരിക്കും അതിന്റെ അവൈലബിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഇപ്പൊ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം പാരൻസ് തീരുമാനിക്കുന്നത് ഇവൻ എപ്പോൾ നോക്കിയാലും മറ്റേ ഫ്രീ ഫയർ കളിയാണ്, ഇവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റി എന്തായാലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, വല്ല വരക്കാനോ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഇവിടെ എന്തെങ്കിലും പറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചെസ്സിലേക്ക് അവനെ കൊണ്ടുവന്നാൽ അവൻ സക്സസ് ആകുമോ ബേസിക്കലി? അതായത് നമ്മൾ സക്സസിനെ അവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്നനുസരിച്ചിരിക്കും. ചിലരുടെ സക്സസ് എന്ന് പറയുന്നത് ചെസ് പഠിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. എൻ്റെ മോൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇക്ക പറഞ്ഞ എക്സാമ്പിളിൽ മോൻ ഭയങ്കര റെസ്ലെസ് ആണ്. ആ റെസ്ലെസ്നെസ് മാറ്റുന്നതായിരിക്കും ആ പാരന്റ് ചിലപ്പോൾ സക്സസ്. ആ പാരന്റ് ഡെഫിനേഷൻ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെപ്രാളുള്ള കുട്ടി ക്ഷമയോടുകൂടി ഇരുന്ന് ചെസ് കളിക്കുക, അതായിരിക്കും ചിലപ്പോൾ സക്സസ്. വേറെ ചിലരുടെ സക്സസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഡേ റേറ്റിംഗ് എടുക്കുന്നതായിരിക്കും, ചിലർക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുന്നതായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ അംബീഷൻ അവിടെ എന്ത് മൈൻഡ് സെറ്റോട് കൂടിയാണ് ചെസ്സിലേക്ക് വരുന്നത്. 2 രീതിയിൽ നമുക്ക് ചെസ് കളിക്കാൻ തുടങ്ങാം. അതിൽ നേരത്തെ വളരെ കറക്റ്റായി പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഒരു ഹോബി മൈൻഡ് സെറ്റോടുകൂടി വരാം. ഞാൻ ചെസ് പഠിക്കുന്നത് ഞാൻ ഫ്രീ ടൈമിൽ ചുമ്മാ ഫ്രണ്ട്സായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ സംസാരിക്കാൻ ഒരു സ്പോർട്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചെസ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഒന്ന്. രണ്ടാമത്തെ മൈൻഡ് സെറ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അത് വളരെ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു. ചെസ്സിൽ തന്നെ നമുക്കൊരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യണം, ഒരു കരിയർ ബിൽഡ് ചെയ്യണം, ഇന്റർനാഷണൽ മാസ്റ്റർ ആവണം, ഗ്രാൻഡ് മാസ്റ്റർ ആവണം. ആ മൈൻഡ് സെറ്റിലാണ് നമ്മൾ
പോയത്. പക്ഷെ ഒരു 100 കുട്ടികൾ എടുത്താൽ വെറും 5 കുട്ടികൾ പോലും ഉണ്ടാവില്ല ആ മൈൻഡ് സെറ്റിൽ. കാരണം 95 പേരും വരുന്നത് ചെസ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എടുക്കുക, ചെസ്സിനെ ഒരു ഹോബിയായി കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും. നമ്മുടെ ആഗ്രഹം എല്ലാവരും പ്രൊഫഷണലായിട്ട് വരണം എന്നാണ്. പക്ഷേ ചെസ്സ് വളരെ ഫൈനാൻഷ്യലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്. പാരൻസിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടിയിരിക്കുന്നു. ആ കാരണം കൊണ്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഒരു കോമ്പറ്റീറ്റീവ് ചെസ്സിലേക്ക് ഇന്ന് പോയി കാണുന്നുള്ളൂ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും ഈ ചെസ്സിൽ എപ്പോഴും നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക? എങ്ങനെ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് ബേസിക്കലി? ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും ചെറിഷ് ചെയ്യുന്നതും ഈ ഒരു സൗഹൃദമാണ്. അപ്പോൾ ചെസ്സിൽ നിന്ന് നമുക്ക് ആ ഒരു ഇന്റേണൽ ബെനിഫിറ്റ്സിന് പുറമേ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൗഹൃദ വലയമാണ്. നമ്മൾ എപ്പോൾ വിളിച്ചാലും നമുക്ക് ഒരു കോമൺ സാധനം സംസാരിക്കാനുണ്ടാവും. കാരണം ഇപ്പോൾ ആൾക്കാർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിക്സ് റാൻ ഔട്ട് ചെയ്തു അല്ലെങ്കിൽ ടോപ്പിക്സ് ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് സംസാരിച്ചാലും ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അവിടെ നടക്കുന്ന ടൂർണമെന്റ്, ഇവിടെ നടക്കുന്ന ടൂർണമെന്റ്. അപ്പം ആ ഒരു കാര്യമാണ് നമ്മുടെ 15 വർഷമൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അപ്പോൾ നമ്മൾ എപ്പോൾ കാണുമ്പോഴും നമ്മൾ ചെസ്സ് കളിക്കും, ചെസ്സിനെ പറ്റി സംസാരിക്കും, ചെസ്സിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്സുകളെ പറ്റി സംസാരിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ 6 ഫൗണ്ടേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തും കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഒരു വലിയൊരു ചെസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ താമസിക്കാൻ വീടുകളുണ്ട്, അതുപോലെ അതിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ താമസിക്കാൻ വീടുണ്ട്. ഇപ്പം ഞാൻ ഒരു പ്രോഗ്രാമിന് പുറത്തുപോയ സമയത്ത് ഞാൻ ചെസ്സ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിലാണ് ഒരു 7 ദിവസം താമസിച്ചത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ട് സ്നേഹവും അങ്ങോട്ട് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതാണ് ശരിക്കും ചെസ്സിൽ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനും ഒരു കോമൺ ലവ് ഫോർ ദ ഗെയിം ഷെയർ ചെയ്യാനും നമുക്കവിടെ പറ്റുകയാണ്. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ കൊച്ചിയിലൊരു ബിഗ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന വലിയൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്താണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ആഗ്രഹം? എന്താണ് ആക്ച്വലി? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അടുത്ത് അങ്കമാലിയിൽ വെച്ച് നടത്തിയിരുന്നു ഇവിടെ ഒരു ഓൾ കേരള ചെസ് ഇവന്റ് ആയിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ നമുക്കുള്ളതാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഇവന്റ് നമുക്ക് ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നുമുള്ള മേജർ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവൻ കുറച്ച് സെലിബ്രിറ്റീസിനെ ഒക്കെ കൊണ്ടുവന്ന് എന്താ വെച്ചാൽ ഈ ഗെയിമിന് ശരിക്കുള്ള ഒരു വാല്യൂ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് അത് ഏറ്റവും കൂടുതൽ എത്തിക്കാൻ പറ്റിയിട്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് ചെസ് പ്ലേയേഴ്സ് ഉണ്ടല്ലേ? ഒരുപാട് ചെസ് പ്ലേയേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ളത് അവിടെയാണ്. നമ്മൾ എന്ത് പേര് കേട്ട് എനിക്ക് തോന്നുന്നു ചെസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറച്ച് പേരെയൊക്കെയാണ് ആൾക്കാർക്ക് അറിയാം. പ്രജ്ഞാനന്ദ, ഗുകേഷ് എന്നൊക്കെ പറയുന്ന കുട്ടികളിൽ കേട്ടോ, അവരൊക്കെ തമിഴ്നാട് തന്നെയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നതും ആ ഗവൺമെന്റ് ഇതേപോലത്തെ ഇവന്റ്സും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് തന്നെ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പം അത് ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തന്നിട്ടുള്ള ഒരു ഗെയിമാണ്. ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന രീതിയിലായിട്ട് അങ്ങനത്തെ ഒരു വലിയ ഇവന്റും ആ ഒരു കാര്യം ലൈക്ക് തിരിച്ച് നമ്മുടെ നാട്ടിൽ അത് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നടത്തണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഇപ്പൊ തമിഴ്നാട് ചെസ്സിനെ വലിയധികം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാകാം അവിടെ ഒരുപാട് ടാലൻസ് ഉണ്ടാകുന്നത്. കേരളം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ടോ വക്കീലിന്റെ കാഴ്ചപ്പാടില്ലേ? നമ്മൾ തമിഴ്നാട് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ 2013 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് തമിഴ്നാട്ടിലാണ്. ഈ 2 വർഷം മുമ്പ് ലോക ചെസ് ഒളിമ്പ്യാഡ് നടന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് വളരെ സപ്പോർട്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ചെസ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് വിത്തൗട്ട് എനി ഡൗട്ട് തമിഴ്നാടാണ്. അതിനുള്ള റിസൾട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അവിടെയാണ്, ഏറ്റവും അടിപൊളി ടൂർണമെൻറ്റ്സ് നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട് നമുക്ക് ഇന്ന് കേരളത്തിലില്ല. പക്ഷേ കമ്പയർ ടു ഒരു 5 വർഷം 10 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി വളരെ ബെറ്ററാണ്. പക്ഷേ ഇനിയും നമുക്ക് വി ഹാവ് എ ലോങ് വേ ടു ഗോ എന്ന് പറയുന്ന പോലെ അതിലേക്കുള്ളൊരു ചെറിയ ഒരു സംഭാവന കൂടിയാണ് നമ്മുടെ 8x8 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട് സാമ്പത്തികമായിട്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന നല്ല ടാലൻ്റ് ഉണ്ടാവും. പക്ഷേ ചെസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെസ് ക്ലാസ് കൊടുത്ത് അവരെ ഈ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ആരും ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം ചെസ്സിൽ മുന്നോട്ട് വരാതിരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം 8x8 എന്ന പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സും നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും എക്സൈറ്റ് ചെയ്ത് നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച സമയത്ത് ഒരു കുഞ്ഞുമോള് അല്ലേ, ആളുടെ പേര് കുഞ്ഞുമോള് തീർത്ത നമ്മുടെ കൂടെ. ആൾക്ക് 5 വയസ്സാണ് ഇപ്പോഴും, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 6 വയസ്സാണ്. ആളെങ്ങനെ എന്തിലാണ് ചാമ്പ്യൻ അയക്കുന്നത്? മോള് under-6 സ്റ്റേറ്റ് ചാമ്പ്യനായി. ഗേൾസ് കാറ്റഗറിയിൽ under-6 സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. മോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോള് വളരെ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ മീൻകാരനാണ്, അദ്ദേഹം മത്സ്യബന്ധന തൊഴിലാളിയാണ്. പക്ഷെ ആ കുട്ടിയുടെ
ചെസ്സിനോടുള്ളൊരു ടാലൻറ്റ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ അച്ഛൻ സ്പോട്ട് ചെയ്തു. അപ്പോൾ അത് ആ അച്ഛൻ്റെ ഒരു വളരെ അച്ഛനും അമ്മയുടെ ഒരു എഫേർട്ടും ഉണ്ട്. ആ കൊച്ചു നല്ല രീതിയിൽ ചെസ്സ് കളിച്ചു നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം നമ്മൾ ₹1 പോലും ഇതുവരെ ഫീസ് മേടിക്കാതെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ കുട്ടീനെ പഠിപ്പിക്കുന്നത്. നമ്മൾ 100% നമ്മുടെ ഫൗണ്ടറും കൂടിയായിട്ടുള്ള ആദേശമാണ് ആ കുട്ടീനെ പഠിപ്പിക്കുന്നത്. ആ കുട്ടി അണ്ടർ-6 കേരള സ്റ്റേറ്റ് ചാമ്പ്യനായി. അപ്പോൾ അണ്ടർ-6 കേരളത്തിലെ സംസ്ഥാനത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടിയായിട്ട് ആ കുട്ടി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ 8 times ആയിട്ട് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ആ കുട്ടീനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ആ കൊച്ചിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പേരുടെ സഹായം, ഫൈനാൻഷ്യൽ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ചാമ്പ്യൻ ഉണ്ടായാൽ നമുക്കൊരു പ്രൗഡാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. കാരണം ചെസ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര വലിയൊരു ഗെയിമാണ്. നിങ്ങളൊരു ചെസ് ചാമ്പ്യൻ ആകുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അറ്റ് ദ സെയിം ടൈം ചെസ്സിനെ നിങ്ങൾ ചെറുപ്പം മുതലേ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലും ചെസ്സ് വളരെയധികം സഹായകരമാകുമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ആളുകൾക്ക് ചെസ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഇന്ന് ഓൺലൈനിൽ പഠിക്കാവുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ വിളിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.